ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. സൽക്കർമ്മം ചെയ്ത വിശ്വാസം നെഞ്ചിനോട് ചേർത്ത് പിടിച്ച ഇവരെല്ലാവർക്കും തീർച്ചയായും അല്ലാഹു മഹിതമായ പ്രതിഫലവും പാപമോചനവും അല്ലാഹു അവർക്ക് ഉറപ്പായും ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന അല്ലാഹുവിന്റെ അനശ്വരമായ വചനങ്ങളിൽ റബ്ബ് പരിചയപ്പെടുത്തുന്ന സൂറത്തുൽ ഫത്ഹിന്റെ ഈ അവസാന ഭാഗം ഹബീബിന്റെ സ്വഹാബിമാരെ കുറിച്ചാണ്. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടവരാണ് അവർക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണ്, അല്ലാഹുവിന് അവരെയും ഇഷ്ടമാണ്. റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. അവരിൽ ഏറ്റവും മഹത്തരമായവരാണ് അസ്ഹാബുൽ ബദരിയീൻ. ബദരിയായ സ്വഹാബി മഹാനായ മിസ്തഹ്ബിൻ ഉസാസ റളിയല്ലാഹു അൻഹു, മഹാന്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഉമറേ വെറുതെ വിട്ടേക്കണം. അത് മഹാനായ ബദരിയായ സ്വഹാബി മഹാനായ മിസ്തഹ് റളിയല്ലാഹു അൻഹു ബദരിയാണ്. പക്ഷേ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് മാപ്പ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞ ഹബീബിന്റെ മറ്റൊരു സ്വഹാബിയുണ്ട്, ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു. ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു മക്ക വിജയ സമയത്ത് സ്വഹാബിമാരുടെ കൂടെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് നിബിതങ്ങൾ പുറപ്പെടുന്ന സൈനിക നീക്കം രഹസ്യമായ ആ കാര്യം പരസ്യമായും പരസ്യമല്ല രഹസ്യമായിട്ടു തന്നെ മക്കക്കാർക്ക് ചോർത്തു കൊടുത്തു എന്നതിന്റെ പേരിൽ ഹബീബായ നബി ഞങ്ങൾ വിചാരണ ചെയ്ത സംഭവമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ ദഅനി അദ്രിബു ഉനുഖ ഹാദൽ മുനാഫിഖ്, ഈ മുനാഫിഖിന്റെ കഴുത്ത് ഞാനൊന്ന് വെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് ഉമറേ ആരെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നതെന്നറിയുമോ? ഇത് ബദരിയായ സ്വഹാബിയാണ്, ഇത് ബദരിയാണ്. ബദരിയായ സ്വഹാബിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞുകൂടാ. ഹാത്തിബ് ബദരിയല്ലേ? ലഅല്ലല്ലാഹു തആല അലാ അഹ്ലി ബദരിൻ ഫഖാൽ യഅമലൂ മാ ശിഅ്തും ഫഇന്നി ഗഫർതു ലക്കും. ബദരീങ്ങളോട് അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്, ബദരീങ്ങളെ നിങ്ങൾ എൻ്റെ റസൂലിന് വേണ്ടി ബദറിൽ ഇറങ്ങിയവരല്ലേ? ആൾബലമില്ലാതിരുന്ന കാലത്ത്, ശക്തിയില്ലാതിരുന്ന കാലത്ത് എന്റെ ഹബീബിന് വേണ്ടി ഈമാനിന്റെ കരുത്തിൽ ബദറിന്റെ രണാങ്കണത്തിൽ ഇറങ്ങിയവരല്ലയോ നിങ്ങൾ? അല്ലാഹു നിങ്ങൾക്ക് എന്ത് ചെയ്താലും മാപ്പ് തന്നിരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാമെന്ന് ബദരീങ്ങളോട് അല്ലാഹു പറഞ്ഞിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറഞ്ഞതിന്റെ പേരിൽ ബദരീങ്ങളാരും തിന്മയിലേക്ക് പോയിട്ടില്ല, അവരാരും തെറ്റുകൾ ചെയ്യാൻ പോയിട്ടുമില്ല. അങ്ങനെ നിരുപാധികം മഹാനായ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹുവിനെ നിരുപാധികം മാപ്പ് കൊടുക്കാൻ നബിതങ്ങൾ കണ്ട കാരണം അവർ ബദരിയാണ് എന്നൊരൊറ്റ കാരണമാണ്. റളിയല്ലാഹു അൻ അഹ്ലി ബദരിൻ ജമീഅ. അവർ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികളിൽ ഏറ്റവും വലിയ സ്ഥാനീയരാണ്. റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ.